നമസ്കാരം. ഭാരതം ഇന്ന് പല മേഖലകളിലും മുന്നേറുകയാണ്. എന്ത് കാര്യമായാലും എങ്ങനെ മുന്നേറാൻ കഴിയുമെന്ന് മാത്രമാണ് ഭാരതം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിനൊക്കെ ഫലമായി ഇന്ത്യ ഇന്ന് പല മേഖലകളിലും ഒന്നാമത് തന്നെയാണ്. ഇപ്പോൾ ഇതാ ക്രൂഡ് ഓയിൽ ശേഖരത്തിലും കയറ്റുമതിയിലും മുൻനിരയിലുള്ള രാജ്യങ്ങളെ പോലും പിന്നിലാക്കി സ്വർണ്ണ ശേഖരത്തിൽ ഭാരതം മുന്നേറുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സ്വർണം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത്. സ്വർണശേഖരം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാണ് അടുത്ത കാലത്ത് ഇന്ത്യ മഞ്ഞലോഹത്തിൽ നോട്ടമിട്ടത്. ഡോളർ ശേഖരമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്തായി കരുതിയിരുന്നത്. എത്രത്തോളം ഡോളർ കരുതൽ ധനമായുണ്ടോ അത്രയും ഭദ്രമാണ് സാമ്പത്തിക രംഗമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ യഥേഷ്ടം ഡോളർ കൈവശമുണ്ടായിരുന്ന റഷ്യ അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായതോടെയാണ് ലോകരാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. യുക്രൈനെതിരായ സൈനിക നടപടി ആരംഭിച്ച റഷ്യ അമേരിക്ക പ്രതിരോധത്തിലേക്ക് എത്തിയത് ഡോളർ ഇടപാട് മരവിപ്പിച്ചുകൊണ്ടാണ്. ഇതോടെ കൈവശമുള്ള ക്രൂഡ് ഓയിൽ വൻതോതിൽ വില കുറച്ച് വിറ്റ് പണം സമ്പാദിക്കേണ്ട അവസ്ഥ വന്നു റഷ്യക്ക്. ചൈനയും ഇന്ത്യയുമെല്ലാം ഈ അവസരം മുതലാക്കി. അതോടെ മറ്റൊരു വികാരം കൂടി ലോകത്ത് ശക്തിപ്പെട്ടു. ഡോളർ അത്ര വിശ്വസ്ത കറൻസി അല്ല എന്ന കാര്യം. ചൈന സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തുടങ്ങി. ഇന്ത്യയും UAEയും സമാനമായ രീതി സ്വീകരിച്ചു. കൂടാതെ കൂടുതൽ രാജ്യങ്ങൾ ഡോളറൈസേഷൻ ആകൃഷ്ടരായി. അധികാരമേൽക്കും മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ താക്കീതും നൽകി. ഡോളർ വിട്ട് കളിച്ചാൽ 100% ഇറക്കുമതി നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അതിനിടെയാണ് സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത്. ഒക്ടോബറിലെ കണക്കിൽ ഇന്ത്യക്കാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനം. വേൾഡ് കൗൺസിലിന്റെ ഒക്ടോബറിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യം ഇന്ത്യയാണ്. 2-3 സ്ഥാനങ്ങളിലുള്ളത് തുർക്കിയും പോളണ്ടും. ഒക്ടോബറിൽ 27 ടൺ സ്വർണമാണ് RBI വഴി ഇന്ത്യ വാങ്ങിയത്. ഈ വർഷം ഇതുവരെ ഇന്ത്യ സ്വന്തമാക്കിയത് 77 ടൺ സ്വർണം. 2023 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 ഇരട്ടി വരും ഇത്. തുർക്കിയുടെ ഈ വർഷത്തെ സ്വർണ്ണ ശേഖരം 72 ടണ്ണും പോളണ്ടിന്റേത് 69 ടണ്ണുമാണ്. മാസക്കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും സ്വർണ്ണ ഖനനത്തിലും എല്ലാ രാജ്യങ്ങളും ശ്രദ്ധയൂന്നുകയാണിപ്പോൾ. അടുത്തിടെ ചൈനയിൽ കണ്ടെത്തിയ സ്വർണ്ണ ഖനി ലോകത്തെ ഏറ്റവും വലിയതാണെന്നാണ് വിലയിരുത്തുന്നത്. ഇറാനിലെ കിഴക്കൻ മേഖലയിലെ ഖനിയിൽ നേരത്തെ കരുതിയതിലും കൂടുതൽ സ്വർണമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ ആകട്ടെ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയുമാണ്. ക്രൂഡ് ഓയിൽ സൗദി അറേബ്യയും UAEയും റഷ്യയും ഒക്കെ കേമന്മാരാണെങ്കിലും സ്വർണത്തിൽ ഇന്ത്യ കരുത്ത് കാട്ടുന്നു എന്നാണ് പുതിയ കണക്കുകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.